വളരെ കുറഞ്ഞ സമയം കൊണ്ട് സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ച ആളാണ് രേണുസുതി. തുടക്കത്തിൽ ഇവൾ എന്താണ് കാണിക്കുന്നത് എന്ന പേരിൽ നിരവധി വിമർശനങ്ങൾ രേണുവിന് നേരിടേണ്ടി വന്നിരുന്നു. പതിയെ ഭൂരിഭാഗം ആളുകളും രേണുവിനെ ഇഷ്ടപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രേണുവിനെ നമ്മൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇത്തവണ ചിരിച്ച മുഖത്തോടു കൂടിയല്ല, പകരം കരഞ്ഞുകൊണ്ടാണ് രേണു മാധ്യമങ്ങളെ കണ്ടത്. പരാതിയുമായി ചെന്ന തന്നോട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്ന ആരോപണമാണ് രേണുവിനുള്ളത്. പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്നും താരം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ശരി തൃക്കൊടുത്താനം പോലീസിനെതിരെയാണ് രേണുവിന്റെ ആരോപണം. തനിക്കെതിരെ വ്ളോഗർ അതുൽ നിരന്തരം അപവാദ പ്രചരണം നടത്തുന്നുണ്ടെന്ന് കാട്ടി പരാതിപ്പെടാനെത്തിയ തങ്ങളോട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയായിരുന്നു എന്നും രേണു പറയുന്നുണ്ട്. ഈ പരാതി ഇവിടെ തീർക്കാൻ കഴിയുന്നതല്ല, വേണമെങ്കിൽ കോടതിയിൽ പോകാനാണ് പോലീസ് പറഞ്ഞത്. സ്ത്രീകളാണെന്ന നേരിയ പരിഗണന പോലും തരാതെയായിരുന്നു പോലീസിന്റെ ദേഷ്യപ്പെടൽ. പോലീസിൽ നിന്നും നീതി ലഭിച്ചില്ലെന്ന് രേണു കരഞ്ഞുകൊണ്ട് പറയുന്ന വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അതിനിടെ രേണു പരാതി ഉന്നയിച്ച അതിലും തൻ്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. രേണു തനിക്കെതിരെ ഉന്നയിച്ചത് വ്യാജ പരാതിയാണെന്നാണ് അതുൽ അവകാശപ്പെടുന്നത്. ഒരു പെണ്ണ് കൊണ്ടുപോയി വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആണിൻ്റെ പേരിൽ കേസെടുക്കുന്ന കാലം മാറിയെന്നും അതിന് ഒരു തുടക്കം എൻ്റെ ഈ കേസിലൂടെ ആകട്ടെ എന്ന് ആശംസിക്കുന്നുണ്ടെന്നും അതുൽ പറയുന്നു. രേണു കൊടുത്ത പരാതിയിൽ താൻ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും തൻ്റെ ഭാഗം വളരെ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടെ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പോലീസ് രേണുവിനെ ആട്ടിവിട്ടത് എന്നാണ് അതുൽ പറയുന്നത്. മാത്രമല്ല, രേണുവും അവരുടെ സഹോദരിയും അതുലിനെ തകർത്തു കളയാമെന്നാണ് വിചാരിച്ചതെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കീഴിൽ വരുന്ന കാര്യമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നുമാണ് അതുൽ പറയുന്നത്. ബിനു എന്നൊരു വ്യക്തിയുമായി ഉണ്ടായ വിവാഹത്തിനെ സംബന്ധിച്ച് പലരും വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. പെന്തക്കോസ്ത് ആചാരപ്രകാരം കൈപിടിച്ചു കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അവർ കള്ളം പറയുമ്പോഴാണ് താൻ സത്യം പറഞ്ഞതെന്നും അതുകൊണ്ടാണ് ഈ പരാതി വന്നതെന്നും അതിൽ കൂട്ടിച്ചേർക്കുന്നു. പിന്നെയും കുറേ കാര്യങ്ങൾ അതിലൂടെ പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിലൂടെ അതിൽ ശ്രമിക്കുന്നത് ഒരാളെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ്. അയാൾ പോസ്റ്റ് ചെയ്ത രേണുവിൻ്റെ വീഡിയോയിലൊക്കെ രേണുവിനെ കുറിച്ച് നടത്തിയ ഗവേഷണങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു. രേണു തൻ്റെ ആദ്യ വിവാഹവും ഡിവോഴ്സുമെല്ലാം ഒളിച്ചു വെച്ചതാണ് അതിൽ ആരോപിക്കുന്ന പ്രധാന കുറ്റം. അതൊക്കെ രേണു ഏതെങ്കിലും രീതിയിൽ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് മാത്രമാണല്ലോ അതൊക്കെ മറച്ചു വെച്ചത്. ഈ വിദ്വാൻ അതെല്ലാം ചെന്ന് കുത്തിപ്പൊക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരില്ലേ? രേണു നമ്മുടെ മഞ്ജു വാര്യർ പോലെയൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നായികയൊന്നുമല്ല, സീറോ ലെവലിൽ നിന്നും ഉയർന്നു വരുന്ന ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആരെങ്കിലും പൊക്കിക്കൊണ്ട് വന്ന് പബ്ലിഷ് ചെയ്യുമ്പോൾ ആർക്കായാലും ദേഷ്യം വരില്ലേ? വിഷമവും വരും. അത്രയുമേ അവർക്കും വന്നിട്ടുള്ളൂ. അവർ തിരിച്ച് മറ്റൊരു ചാനലിൽ ചെന്നിരുന്ന് അതുലിനെ റോസ്റ്റ് ചെയ്തില്ല, പകരം നിയമപരമായി ഇതിനെ നേരിടാൻ നോക്കി. അതൊരു മഹാ അപരാധമായി ഒന്നും കാണാൻ പറ്റില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഒടുക്കം ആണുങ്ങളുടെ മുഴുവൻ സപ്പോർട്ടും കിട്ടാൻ വേണ്ടി ആണുങ്ങളുടെ വിജയമെന്നൊക്കെ ഇതിനെ തള്ളി മറയ്ക്കുന്നുണ്ട്. അതൊരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് മാത്രമാണ്. ഇനി എവിടെ നിന്നും ചീത്തവിളി വരാതെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നോക്കിക്കൊള്ളുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടുള്ള സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. അതിൻ്റെ ഒരു പ്രിവിലേജ് ഉള്ളിടത്തോളം കാലം ഒരു കുഴപ്പവുമില്ല. പക്ഷേ അതിലൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വ്യക്തി, അത് സ്ത്രീയോ പുരുഷനോ ആവട്ടെ, അയാളുടെ പാസ്റ്റ് ആരും അറിയാതെ ഒളിപ്പിച്ച് വെക്കുന്നു, വളരെ കഷ്ടപ്പെട്ട് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ പൂഴ്ത്തി വെച്ച സംഭവം സമൂഹത്തിന് മുൻപിലേക്ക് നീട്ടിക്കൊണ്ട് അവർ അത് ഒളിപ്പിച്ച് വെച്ച് എന്ന് കാട്ടിക്കൊണ്ട് അവരെ അപമാനിക്കാൻ നോക്കുന്നത് മോശമുള്ള കാര്യം തന്നെയല്ലേ? പ്രത്യേകിച്ച് അത് അയാളുടെ സ്വകാര്യത മാത്രമാണെന്നും അത് നമ്മളെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല എന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക്